നമസ്കാരം. നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം. 3 രാശിക്കാർക്ക് ധനരാജയോഗം. നെറുകയിലാണ് ഭാഗ്യം. ശനി ശരിക്കും കണ്ണ് തുറക്കും. വക്രഗതിയിൽ സൃഷ്ടിക്കുന്ന ധനരാജയോഗം 3 രാശിക്കാർക്ക്. ശനിയുടെ ഓരോ മാറ്റവും ഓരോ തരത്തിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. പലപ്പോഴും അനുകൂലമെങ്കിലും ചിലപ്പോൾ അത് പ്രതികൂലമായിരിക്കും. എന്നാൽ എത്രത്തോളം ഇത് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ജൂലൈ മാസം 1:30 ശനി അതിൻ്റെ വക്രഗതി സഞ്ചാരം മീനൻ രാശിയിൽ ആരംഭിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. ശനിയുടെ മാറ്റം പക്ഷേ ധനപരമായ മാറ്റങ്ങൾ നൽകുന്ന ചില രാശിക്കാരുണ്ട്. വക്രഗതിയിലുള്ള സഞ്ചാരം പൊതുവെ ദോഷഫലങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. എന്നാൽ ശനിയുടെ ഈ മാറ്റം 12 രാശിക്കാരിൽ 3 രാശിക്കാർക്ക് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. ധനരാജയോഗമാണ് ഇതിൻ്റെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്നത്. പലപ്പോഴും ഈ 3 രാശിക്കാരുടെയും ജീവിതത്തിൽ ധാരാളം ഗുണാനുഭവങ്ങൾ ശനി നൽകുന്നതാണ്. പലപ്പോഴും അത് ഏതൊക്കെ രാശിക്കാർക്കാണ് എന്നൊക്കെയാണ് കാത്തിരുന്ന് ഭാഗ്യഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഗ്രഹം എപ്പോഴും വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അത് അതിൻ്റെ എതിർദിശയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നതല്ല. വാസ്തവത്തിൽ ആ ഗ്രഹം അതിൻ്റെ ദിശയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ആ ഗ്രഹം ഭൂമിയോട് ഏറ്റവും അടുത്തു വരികയും ചെയ്യുന്നു. ഇതാണ് പലപ്പോഴും എതിർദിശയിൽ സഞ്ചരിക്കുന്നതായി തോന്നുന്നത്. ശനി വർഷത്തിൽ 138 ദിവസത്തോളം വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഏതാണ് രാശിക്കാർ. മീനം രാശി. മീനം രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങൾ പൂരിട്ടാതി അവസാന കാൽപാദം, ഉത്രട്ടാതി, രേവതി. ഇതാണ് മീനൻ രാശിയിൽ. ഇപ്പോൾ മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശനി 13-നാണ് അതിൻ്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നത്. അതിൻ്റെ ഫലമായി ഈ രാശിയിൽ ശനി അതിൻ്റെ 7.5 ശനിയുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇവർക്ക് പക്ഷേ വക്രഗതി സഞ്ചാരം നൽകുന്ന ഗുണാനുഭവങ്ങൾ 7.5 ശനിയുടെ ദോഷത്തെ ഇല്ലാതാക്കുന്നു. അതിൻ്റെ ഫലമായി പലപ്പോഴും മാനസികാരോഗ്യം മികവ് നൽകുന്നു. കൂടാതെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുണാനുഭവങ്ങൾ ഇരട്ടിയാവുന്നു. കൂടാതെ തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവും നിങ്ങൾക്കുണ്ടാവുന്നു. 4ാമത്തെ ഭാവത്തിലൂടെയാണ് ഈ സമയം ശനി സ്ഥിതി ചെയ്യുന്നത്. കരിയറിൽ മികച്ച ജോലി ലഭിക്കുകയും ബിസിനസ്സിൽ ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ തേടിയെത്തുകയും ചെയ്യുന്നു. അതുകൂടാതെ ആത്മീയമായ കാര്യങ്ങൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു. നല്ല സമയമാണ്. ബിസിനസ്സിൽ അമിതമായ ലാഭം, പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയം. 7.5 ശനി കാലഘട്ടമാണെങ്കിലും ഈ അനുകൂലം അവസരം മുതലാക്കുക. ഇതിന് കുറച്ച് ശക്തിപ്പെടാനായിട്ട്, ഈ ഭാഗ്യം നമുക്ക് സമ്പൂർണ്ണമായിട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതാണ്. അടുത്ത ക്ഷേത്രങ്ങളെ ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തുക. തിരുമേനിയോട് പ്രത്യേകം പറഞ്ഞ് ഒരു ചെറിയ പൂജ നടത്തുക. തിരുമേനിക്ക് ദക്ഷിണയായിട്ട് എന്തെങ്കിലും കൊടുക്കുക. അത് വളരെ ഗുണം ചെയ്യും. കാരണം തിരുമേനിമാർക്ക് ശരിക്കുള്ള മന്ത്രം നമ്മുടെ പേരും നാളും പറഞ്ഞ് ഒരു വഴിപാട് നടത്തുമ്പോൾ അവർക്ക് ദക്ഷിണ കൊടുക്കുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് ഇരട്ടിയായിട്ട് കിട്ടും. കാരണം അവരെ തൃപ്തിപ്പെടുത്തുക അത് വളരെ പ്രധാനമാണ്. അപ്പോൾ മീനരാശിക്കാർക്ക് നല്ല സമയമാണ്. ധനലാഭമുള്ള സമയമാണ്. ഭാഗ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന സമയമാണ്. ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. അടുത്ത ചിങ്ങൻ രാശിയുടെ ഫലങ്ങളുമായിട്ട് ഒരു മലയാള വർഷത്തെ ഫലങ്ങളുമായിട്ട് വരുന്നതാണ്. ദയവായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വേണ്ടത് പിന്തുണ നൽകുക. ഞങ്ങൾ ചിങ്ങൻ രാശിയുടെ മൊത്തത്തിൽ അടുത്ത മലയാള വർഷത്തിലേക്കുള്ള ഫലങ്ങളുടെ തയ്യാറെടുപ്പിലാണ്. നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ദയവായി സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.